ഈ സന്നദ്ധ സംഘങ്ങൾ നാടിൻ്റെ അഭിമാനം. കവർ സ്റ്റോറി മമ്മൂട്ടി അഞ്ചുകുന്ന്. മലവെള്ളം ആർത്തലച്ചു വന്ന് 400-ലേറെ ജീവൻ കവരുകയും 4000-ലേറെ മനുഷ്യരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത മഹാദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് നാട്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആയിരങ്ങളുടെ വിധി മാറിമറിഞ്ഞു. ഉറങ്ങിക്കിടന്ന മനുഷ്യക്കൂട്ടങ്ങൾ ഒന്നാകെ പാറക്കെട്ടുകൾക്കിടയിലൂടെ മലവെള്ളത്തിനൊപ്പം ഒഴുകി എവിടെയൊക്കെയോ കരക്കടിഞ്ഞു. ഒട്ടേറെ പേർ മണ്ണിൽ ആണ്ടുപോയി. ശേഷിച്ചത് ഉറ്റവർ, നഷ്ടപ്പെട്ട ഉടയവരെ തിരയുന്ന അന്നണിഞ്ഞ ഉടുതുണിയൊഴികെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട ആയിരങ്ങൾ. ഇപ്പോഴും മനുഷ്യ ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ അധികാരികളും സന്നദ്ധ സേവകരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളം ദർശിച്ച ഏറ്റവും വലിയ ദുരന്തമായി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. രാത്രി 1:30 മണിയോടെയാണ് പുഞ്ചിരിമട്ടം എന്ന മലഞ്ചെരുവിലേക്ക് മണ്ണും മലയും പാറയും പൊട്ടിയൊലിക്കുന്നത്. മുണ്ടക്കൈ എന്ന നാടിനെ നക്കിത്തുടച്ചു വന്ന മലവെള്ളം കുന്നുകളിൽ ഇടിച്ചും തിമിർത്തും മണ്ണും പാറയും ഇളക്കിയെടുത്തും വഴിമാറി പുതിയ കൈവഴികളുണ്ടാക്കി ചൂരൽമലയിലെ ജീവനുകളും സ്വത്തും കവർന്ന ശേഷം മനുഷ്യ ശരീരങ്ങളെയും പേറി താഴേക്ക് ആർത്തലച്ച് ചാലിയാറും കടന്ന് ഭ്രാന്തമായി ഒഴുകി. 3 തവണയാണ് പാതിരാവിൽ ഉരുൾ പൊട്ടിയത്. ഇപ്പോഴും പൊലിഞ്ഞ ജീവനുകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പുലർച്ചെ 2:30 മണിയോടെ തന്നെ വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സേവന സന്നദ്ധരായി മനുഷ്യർ അങ്ങോട്ടേക്ക് ഒഴുകി. വാഹനം കടന്നുപോകും വരെ വാഹനത്തിലും ബാക്കി ദൂരം ഓടിയും നടന്നും ആ ഇരുളിൽ മനുഷ്യർ മറ്റൊരു മലവെള്ളം കണക്കെ ആ പ്രദേശത്തേക്ക് പ്രവഹിച്ചു, ദുരന്ത ഭൂമിയിലെ മാലാഖമാരെ പോലെ. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ മനുഷ്യ മാലാഖമാർ ദുരന്ത ഭൂമിയിൽ തുടരുകയാണ്. തൻ്റെ സഹജീവികളോട് ചേർന്ന് നിൽക്കാൻ മനുഷ്യൻ കാണിക്കുന്ന അത്ഭുതകരമായ അഭിവാഞ്ഛയെ നമുക്ക് എങ്ങനെയാണ് പകർത്തിയെഴുതാനാവുക? മേപ്പാടി പഞ്ചായത്തിലെ 2 വാർഡുകളെയാണ് ഈ ദുരന്തം കവർന്നെടുത്തത്. തകർന്ന പാലത്തിന് കീഴെയുള്ള കുത്തൊഴുക്ക് വകവയ്ക്കാതെ മനുഷ്യർ അവർക്ക് പറ്റാവുന്ന തരത്തിൽ ആ പാതിരാവിൻ്റെ ഇരുട്ടിൽ സേവനനിരതരായി. അവരെപ്പറ്റി കുറിക്കുക എന്നത് നീതിയോടെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമുക്കറിയാത്ത എത്ര മനുഷ്യരാണ്, നാം ഇന്നുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത എത്ര കൂട്ടായ്മകളായി അന്നു മുതൽ അവിടേക്ക് സാന്ത്വനമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവരെയെല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് അസാധ്യമാണ്. അതിനാൽ തന്നെ ഒട്ടും നീതീകരണമാവില്ല എന്ന ക്ഷമാപണത്തോടെ മാത്രമേ ഈ മനുഷ്യരെപ്പറ്റി കുറിക്കാനാവൂ. ചെങ്കുത്തായ മനോഹരമായ മലഞ്ചെരിവ് കടന്ന് നാമാവശേഷമായ മുണ്ടക്കൈയിലെത്തിയപ്പോൾ പ്രകൃതി താണ്ഡവമാടിയ ഇടം നോക്കി ഒരു തുർക്കി തൊപ്പിക്കാരൻ നിൽക്കുന്നത് കണ്ടു. ഇടയ്ക്കിടെ ഫോൺ എടുത്ത് റിങ് ചെയ്യുന്നു. പിന്നെയും നിരാശനായി ചെവിയിൽ നിന്ന് മാറ്റി അതിലേക്ക് തന്നെ നോക്കുന്നു. പാതവക്കത്ത് കവുങ്ങ് കൊണ്ട് കെട്ടിയ ഒരു താൽക്കാലിക ഇരിപ്പിടത്തിൽ അയാളും കൂട്ടുകാരനും തളർന്നിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. മൊബൈലിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അയാൾ ചോദിച്ചത് ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്നായിരുന്നു. ഉറുദുവിലാണ് ചോദ്യം. 2 പേരും ബാംഗ്ലൂർ സ്വദേശികളാണ്. മുണ്ടക്കൈയിൽ കട നടത്തുന്ന യൂസുഫ്കയും നടപ്പാലത്തിനക്കരെയുള്ള ജുവൈരിയയും കുടുംബവും എവിടെയാണ് എന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. ജുവൈരിയും ഭർത്താവും 3 മക്കളും ദുരന്തത്തിൽ വിട പറഞ്ഞു എന്ന് അടുത്തുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് പറഞ്ഞു. അയാൾ മരണപ്പെട്ട ജുവൈരിയുടെ സഹോദരനായിരുന്നു. ഇത് കേട്ടപ്പോൾ ആ 2 മനുഷ്യരും യാ അല്ലാഹ് എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് പെട്ടെന്ന് നിലത്തിരുന്നു. 10 ദിവസം മുമ്പായിരുന്നു വിനോദസഞ്ചാരികളായ അവർ പ്രകൃതി മനോഹരമായ മുണ്ടക്കൈയിലെത്തിയത്. അവിടെയുള്ള മനുഷ്യരുമായി അവർ പെട്ടെന്ന് അടുത്തു. ആ നാട്ടുകാർക്കൊപ്പം 3 ദിവസം ചെലവിട്ട് നാട്ടിലേക്ക് മടങ്ങി ഒരാഴ്ച പിന്നിട്ടപ്പോൾ ദുരന്ത വാർത്ത അവരെ തേടിയെത്തി. ഉടനവർ യൂസുഫ്കയെ വിളിച്ചു നോക്കി. ജുവൈരിയ കേരള എന്ന് സേവ് ചെയ്ത് അവർ വിളിച്ചു തളർന്ന കോൾ ലിസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവരുടെ സഹോദരനെ അവർ കെട്ടിപ്പിടിച്ചു തേങ്ങി. യൂസുഫ്കയെപ്പറ്റി അന്വേഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹവും കുടുംബവും ഇന്നലെ കബറടക്കപ്പെട്ടു എന്നറിഞ്ഞു. നദീം എന്നും റിസ്വാൻ എന്നും പേരുള്ള ആ 2 മനുഷ്യർ നിന്ന് തേങ്ങുകയായിരുന്നു. തങ്ങൾക്ക് 1-2 ദിവസം മാത്രം കണ്ടും മിണ്ടിയും പരിചയമുള്ള മനുഷ്യരുടെ വിവരമറിയാൻ ബാംഗ്ലൂരിൽ നിന്ന് പാഞ്ഞെത്തിയവർ. ആരോടും യാത്ര പറയാതെ അവർ അവിടെ നിന്ന് മടങ്ങിക്കാണും. തങ്ങളുടെ ആരുമല്ലാത്ത, തങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത മനുഷ്യജീവിതങ്ങൾക്ക് വേണ്ടിയാണ് മേപ്പാടിയിൽ ആയിരക്കണക്കിന് മനുഷ്യർ ആ ദിവസം മുതൽ വന്നു പോകുന്നത്. കാഴ്ച കാണാൻ ആരും അവിടേക്ക് വരുന്നില്ല. ദുരന്ത വാർത്ത അറിഞ്ഞതു മുതൽ വയനാട്ടിലെ ഓരോ നാട്ടിൽ നിന്നും കിട്ടിയ വാഹനങ്ങളിൽ മരം മുറിച്ചു മാറ്റാനുള്ള ഉപകരണങ്ങളും കത്തിയും തൂമ്പയും പാരയും വടവുമൊക്കെ കുത്തി നിറച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ പ്രവഹിച്ചു. സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ ആദ്യം തേടിയത് കുരുങ്ങിക്കിടന്ന് പിടയുന്ന മനുഷ്യജീവനുകളെയായിരുന്നു. സൂര്യോദയത്തോടെ ലോകമുണർന്നെണീറ്റ് ഈ മഹാദുരന്തം അറിഞ്ഞു തുടങ്ങുമ്പോഴേക്ക് രക്ഷാപ്രവർത്തനങ്ങൾ പാതി പിന്നിട്ടിരുന്നു. എടുത്തു പറയാൻ ഒട്ടേറെ സംഘങ്ങളുണ്ട്. കൽപ്പറ്റയിലെ തങ്ങളുടെ സംഘടനാ ആസ്ഥാനത്ത് സൂക്ഷിച്ചിരുന്ന അടിയന്തര ഘട്ടങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങളും എടുത്ത് 3:30 തന്നെ എത്തിയ SYS സാന്ത്വനം പ്രവർത്തകരാണ് അവരിലൊന്ന്.
പ്രത്യേക പരിശീലനം ലഭിച്ച SET, സാന്ത്വനം എമർജൻസി ടീം വളണ്ടിയർമാർ നടത്തിയ സേവനം പ്രശംസനീയമാണ്. പിന്നീടുള്ള ഓരോ ദിവസവും വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് അവരുടെ വളണ്ടിയർമാർ ദുരന്തഭൂമിയിലും മയ്യത്തുകൾ ഖബറടക്കുന്ന ഇടത്തും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലും സജീവമാണ്. 4-ലേറെ ആംബുലൻസുകൾ SYSൻ്റേതായി ഈ ഇടങ്ങളിൽ ഇടതടവില്ലാതെ സേവനം ചെയ്തു വരുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും വളണ്ടിയർമാർക്കും ആവശ്യമുള്ള ഭക്ഷണവും SYSൻ്റെ കീഴിൽ നൽകി വരുന്നുണ്ട്. സേവനഭൂമിയിൽ മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സംഘമായ വൈറ്റ് ഗാർഡ് നൽകുന്ന സേവനം ഏറെ ശ്രദ്ധേയമായിരുന്നു. ആദ്യ ദിവസം നേരം പുലരും മുമ്പ് വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ദുരന്തഭൂമിയിലേക്ക് പാഞ്ഞെത്തിയ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ മണ്ണിൽ പുതഞ്ഞ മനുഷ്യരിൽ ജീവനുകളെ തേടി. സൈന്യം ഉൾപ്പെടെയുള്ള സർക്കാർ മിഷനറിയും ആയിരക്കണക്കിന് സന്നദ്ധ സേവകരും ഒന്നിച്ച് സേവനം ചെയ്യുമ്പോൾ 5000-6000 പേർക്ക് അവർ ഭക്ഷണം വെച്ചു വിളമ്പി. മയ്യത്തുകൾ തുണിയിൽ കെട്ടി ചുമന്നുകൊണ്ടുവന്നു. മേപ്പാടി ടൗണിൽ മാറ്റിപ്പാർപ്പിക്കപ്പെട്ട മനുഷ്യർക്ക് വസ്ത്രവും ആഹാരവും എത്തിക്കുന്നതിൽ ഇപ്പോഴും വൈറ്റ് ഗാർഡും മാതൃസംഘടനയായ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക ഘടകങ്ങളും വ്യാപൃതരാണ്. മേപ്പാടി മേഖലയിൽ സംഭവം നടന്നത് മുതൽ തന്നെ IRWൻ്റെയും ടീം വെൽഫെയറിൻ്റെയും സേവനങ്ങളും സാന്നിധ്യവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച IRW വളണ്ടിയർമാർ അടിയന്തര ഘട്ടങ്ങളിൽ സൈന്യത്തിൻ്റെ സഹായികളായി. മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നതിലും അവ പരിപാലിക്കുന്നതിലും IRWൻ്റെ സേവനം തുല്യതയില്ലാത്തതാണ്. ആശുപത്രിയിൽ സ്ത്രീകളുടെ മയ്യത്തുകൾ വൃത്തിയാക്കുന്നതിലും മറ്റും വനിതാ വിംഗ് നടത്തിയ സേവനങ്ങൾ ഈ ദുരന്തഭൂമിയിലെ കാരുണ്യസ്പർശമായിരുന്നു. മേപ്പാടിയിലേക്കും പരിസരങ്ങളിലേക്കും മാറ്റിപ്പാർപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്കും ആശുപത്രിയിലുള്ളവർക്കുമെല്ലാം സമാശ്വാസം പകർന്നുകൊണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ വലിയ ഒരു റിലീഫ് സെൽ മേപ്പാടി ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ കൃത്യമായി ദുരിതബാധിതരുടെ ഡാറ്റകൾ ശേഖരിക്കാനും മികച്ച ആസൂത്രണത്തോടെ ഭാവി പദ്ധതികൾ ക്രമീകരിക്കാനും വീടുകൾ തോറും കയറി സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘങ്ങൾ ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. സന്നദ്ധ രംഗത്ത് SDPIയുടെ സേവനം പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. വയനാട്ടിൽ നിന്നും പുറത്തുമുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച വളണ്ടിയർമാരും സാധാരണക്കാരും അടങ്ങിയ പ്രവർത്തകരുടെ സംഘങ്ങൾ മേപ്പാടിയിലെ ദുരന്തഭൂമിയിൽ സജീവമാണ്. മരങ്ങൾ മുറിച്ചുമാറ്റി, ചെളി വകഞ്ഞുമാറ്റി മനുഷ്യരെ പുറത്തെടുക്കാനും ജീവൻ്റെ തുടിപ്പുകൾ ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിൽ എത്തിക്കാനും ഈ സേവകർക്ക് കഴിഞ്ഞു. ദുരന്തഭൂമിയിലും ഖബറടക്കങ്ങൾ നടന്ന മേപ്പാടി പള്ളി ഉൾപ്പെടെയുള്ള ഖബർസ്ഥാനുകളിലും തിരക്കുകൾ നിയന്ത്രിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളിൽ സഹായികളായും നിറഞ്ഞു നിന്ന SKSSF വിഖായ വളണ്ടിയർമാരുടെ സേവനവും ശ്രദ്ധേയമായിരുന്നു. പള്ളികളിൽ പണ്ഡിതരുടെ സാന്നിധ്യം തകർന്നുപോയ മനുഷ്യർക്ക് നൽകിയ ആത്മീയ കരുത്തു ചെറുതല്ല. വിവിധ മഹല്ലുകളിൽ നിന്ന് ഒട്ടേറെ മനുഷ്യർ കൈമേയ് മറന്ന് സേവന സന്നദ്ധരായി. KNMൻ്റെ വിവിധ വിഭാഗങ്ങൾ സ്ത്രീ വളണ്ടിയർമാർ ഉൾപ്പെടെ സേവന രംഗത്ത് സജീവമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയർ വളണ്ടിയർമാരും DYFIയുടെ പ്രവർത്തകരും അറിയുന്നതും അറിയാത്തതുമായ നിരവധി സംഘങ്ങളും സേവന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യാനെത്തിയ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും മേപ്പാടി പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി ആയിരങ്ങൾക്ക് വിതരണം ചെയ്ത നാട്ടിലെ യുവാക്കളും കുറ്റ്യാടിയിൽ നിന്നും വടകരയിൽ നിന്നും കോഴിക്കോട് നിന്നും വിംസ് ആശുപത്രിയിലുള്ളവർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി വന്ന തബ്ലീഗ് ജമാഅത്തും സമാശ്വാസത്തിൻ്റെ കാഴ്ചകളായി. ദുരിതാശ്വാസത്തിൻ്റെ രണ്ടാം ഘട്ടമായ താൽക്കാലിക പുനരധിവാസത്തിലേക്ക് ചുവടുവെപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വാടക വീടുകളിലേക്ക് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർ. ഗൃഹോപകരണങ്ങൾ, തൊഴിൽ, വിദ്യാഭ്യാസം, താൽക്കാലികവും സ്ഥിരവുമായ പുനരധിവാസ ഘട്ടങ്ങളിലെ സഹകരണം തുടങ്ങിയവ ഉൾപ്പെടുന്ന സമഗ്രമായ പ്രൊജക്റ്റ് ജമിയത്തുൽ ഉലമായെ ഹിന്ദ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുഫ്തി മഅ്സൂം സാഹിബ് മേപ്പാടിയിൽ നേരിട്ടെത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മറ്റും താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക വിംഗ് തയ്യാറാക്കി കഴിഞ്ഞു.